ട്രംപിന്റെ ഭീഷണി ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. അമേരിക്കയുടെ പടക്കപ്പലിന് മുകളിലൂടെ വിമാനം പറക്കുകയാണെങ്കിൽ വെടിവെച്ചിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു രാജ്യത്തിനോടുള്ള ഭീഷണിയാണല്ലോ. അതെ, വെനസ്വലയോടുള്ള ഭീഷണിയാണ്. വെനസ്വലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയോടാണ് ട്രംപ് പറഞ്ഞത്. ഇപ്പോൾ 2 തവണ ഈ അമേരിക്കൻ പടക്കപ്പലുകൾക്ക് മുകളിലൂടെ ഇവരുടെ വിമാനം പറന്നു. അല്ലെ, ഈ ട്രംപിന്റെ സ്വഭാവം ഈ അന്യൻ സിനിമ ഉണ്ടല്ലോ അതുപോലെയാണല്ലേ. ഒരു ഭാഗത്ത് അതെ, അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം, അടുത്ത നിമിഷം തൊട്ടടുത്ത നിമിഷം വെടിവെപ്പിനെ കുറിച്ചാണ് പറയുന്നത്, യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഇത് തൊട്ടടുത്ത പ്രസ്താവന വരികയാണ്. നിക്കോളാസ് മഡൂറോയോട് പറയണം, നിന്റെ പണി ഞാൻ തീർത്ത് കളയും, നിന്റെ വിമാനങ്ങളെ മുഴുവനും വെടിവെച്ചിടും, ഇനി അമേരിക്കയുടെ കപ്പലുകൾക്ക് മുകളിലൂടെ പറന്നാൽ. എന്താണ് ട്രംപ് പറയുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും ഒരു വ്യക്തമല്ല. നമുക്കറിയാം, ട്രംപ് അധികാരത്തിൽ കയറി ഉടനെ പറഞ്ഞ എന്താ, വളരെ രസകരമായൊരു കാര്യം. ജസ്റ്റിൻ ട്രൂഡോയോട്, കാനഡയുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ്, കൂടുതൽ കളിച്ചാൽ ഞാൻ കാനഡയെ പിടിച്ച് അമേരിക്കയുടെ 51ാമത്തെ പ്രവിശ്യയാക്കും, സ്റ്റേറ്റ് ആക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഒരു രാജ്യത്ത് ഇപ്പോൾ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫിനോട് പറയുകയാണ്, അധികം വിളച്ചിലെടുക്കരുത്, ഞാൻ നിൻ്റെ പാകിസ്ഥാനെ പിടിച്ച് ഞാൻ ഇന്ത്യയുടെ 30ാമത്തെ സ്റ്റേറ്റ്, ഇപ്പോൾ 28-29 സ്റ്റേറ്റ് ഉണ്ട്, ഞാൻ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശമാക്കും എന്ന് ഷെഹബാസ് ഷെറീഫിനോടോ മുഹമ്മദ് യൂനസിനോടോ അല്ലെങ്കിൽ നേപ്പാളിൻ്റെ പ്രധാനമന്ത്രിയോടോ ഒക്കെ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മളൊന്ന് ആലോചിച്ചു. അല്ല, ഇദ്ദേഹം ഇതിൽ ഉറച്ചു നിൽക്കുകയുമില്ല. കുറച്ച് കഴിയുമ്പോൾ പറയും, എനിക്ക് ആ രാജ്യവുമായി വലിയ സൗഹൃദമാണ്, ആ സൗഹൃദം എന്റെ അളിയനാണ്, സൗഹൃദം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഈ നിരന്തരം ഒരു അതായത് ഇത്രയേറെ ചഞ്ചലചിത്തനായ ഒരു ഭരണാധികാരിയെ നമ്മൾ വേറെ കണ്ടിട്ടില്ല. സത്യത്തിൽ നമ്മൾ ഈ പഴയ കാലമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഹിറ്റ്ലറെ പോലെയുള്ളവരെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു തീരുമാനം, ഒരു വാക്ക് പറഞ്ഞാൽ, ഹിറ്റ്ലർ കുറച്ചേ സംസാരിക്കുള്ളൂ, കാര്യമാത്രം പ്രസക്തമായിട്ടേ സംസാരിക്കുള്ളൂ, പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ആക്രമിക്കും, അല്ലേ? പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചു ഒരു കൊച്ചു മനുഷ്യൻ, ആകെ 5 അടി പൊക്കമേ ഉള്ളൂ, വളരെ മെലിഞ്ഞ ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ബ്രിട്ടീഷ് ഭരണകൂടത്തെ വെല്ലുവിളിച്ച ആളാണ്, അവരെ ഉറപ്പിച്ച ആളാണ്. അതൊക്കെ ഈ പാകിസ്ഥാനിലെ അന്നത്തെ ഭരണാധികാരികൾക്ക് അറിഞ്ഞൂടാ. അവരെന്ത് ചെയ്തു? ഇപ്പം നമ്മുടെ പാറ്റൻ ടാങ്ക് ഇപ്പം കൊണ്ടുവന്ന് റെഡ് ഫോർട്ടിൽ കൊണ്ടുവന്ന് നിർത്തും എന്നും പറഞ്ഞ് അവിടുന്ന് യുദ്ധത്തിന് വന്നു. എന്താ സംഭവിച്ചേ? അദ്ദേഹം പറഞ്ഞു, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ, ഇല്ലെങ്കിൽ ഒരൊറ്റ ടാങ്കും തിരിച്ചു പോകില്ല, എല്ലാറ്റിനെയും ഞാനിവിടെ ബന്ദിയാക്കും എന്ന് പറഞ്ഞു. അന്ന് പിടിച്ചെടുത്ത ടാങ്കുകൾ, പാകിസ്ഥാൻ്റെ ടാങ്കുകൾ ഇന്നും നമ്മുടെ സൈനിക കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട്, കാഴ്ചവസ്തുവായിട്ട് മ്യൂസിയത്തിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഭരണാധികാരി. ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. ട്രംപ് ഇങ്ങനെ നിരന്തരം വിടുവായത്തനം പറയുക, ഒരു ലക്കും ലഗാനുമില്ലാതെ, ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് വിളിച്ചു പോവുകയാണ്. എന്നാൽ ഇത് വല്ലതും നടക്കുമോ? ആകെ ഇപ്പോൾ നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഏതൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തോ അവിടെ നിന്നെല്ലാം അവസാനം അമേരിക്കയ്ക്ക് പെട്ടിയും പായും ഒക്കെ മടക്കി തിരിച്ചു പോകേണ്ടി വന്നു. ഒന്നുപോലും വിജയിച്ചില്ല, വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അത് ഈവൻ ഇപ്പോൾ ഇറാഖ് പണ്ട് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ ഇറാഖിനെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ. അവസാനം എന്തായി? സദാം ഹുസൈനെ പിടികൂടി തൂക്കിക്കൊന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അവിടെ മിഡിൽ ഈസ്റ്റിൽ എന്തെങ്കിലും സമാധാനം ഉണ്ടായോ? ഉണ്ടാക്കാൻ അമേരിക്കയ്ക്ക് പറ്റിയോ? ഈ ഇസ്രയേൽ ഇറാൻ വിഷയം സമാധാനപരമായിട്ട് പരിഹരിക്കാൻ പറ്റിയോ? പാലസ്തീൻ വിഷയം പരിഹരിക്കാൻ പറ്റിയോ? ഇതൊന്നും പറ്റിയിട്ടില്ല. അവസാനം ഇസ്രയേൽ ഇറാനെ അടിച്ചപ്പം ഇസ്രയേലിൻ്റെ കൂടെ ചേർന്ന് ഇറാനെ അടിച്ച രാജ്യമാണ് അമേരിക്ക. ശരിയാണ്, അവിടെ അവർ ആണവ പരീക്ഷണം നടത്തി, അവരുടെ കയ്യിൽ ആണവ ബോംബുണ്ട്, അത് നിർവീര്യമാക്കണം, അത് എല്ലാവർക്കും അറിയാം. അവരുടെ കയ്യിൽ ആണവായുധം കിട്ടുന്നത് ലോകത്തിന് മൊത്തം അപകടമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതൊക്കെ എത്രയോ നേരത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ്. ഇവരുടെ കയ്യിലേക്ക് ആണവായുധം കൊണ്ട് കൊടുത്തതാരാ? അതും ഈ അമേരിക്ക തന്നെയല്ലേ, പാകിസ്ഥാൻ വഴി. അപ്പോൾ ഇങ്ങനെ പൊതുവെ മൊത്തത്തിൽ
അമേരിക്കയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം, പ്രത്യേകിച്ചും 1945 ശേഷമുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അമേരിക്ക തൊട്ടതെല്ലാം ഈ ബൂമറാങ്ങാണ്, തിരിച്ചടിക്കുന്ന സാധനങ്ങളാണ്. അവരെവിടെയെല്ലാം ആയുധം പ്രയോഗിച്ചോ ആ ആയുധങ്ങളെല്ലാം തിരിച്ചവർക്ക് നേരെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഫ്ഗാനിസ്ഥാനെ റഷ്യയിൽ നിന്ന് മോചിപ്പിക്കാൻ, USSRൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി പോയി. അവസാനം എന്താ, അതേ അഫ്ഗാനിസ്ഥാനിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തി ഈ ഒസാമ ബിൻ ലാദനെ വധിക്കേണ്ട സാഹചര്യം അമേരിക്കയ്ക്ക് ഉണ്ടായി അല്ലേ? അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആകെത്തുകയാണ് ഇപ്പോഴത്തെ ഈ ട്രംപ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് കുറേ പിന്നെ ജോർജ് ബുഷ് ഉണ്ട്, ക്ലിൻ്റൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ഒബാമയുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന ഒരു അതിൻ്റെ ഒരു സമഗ്രമായ രൂപമാണ് ഈ ഡൊണാൾഡ് ട്രംപ്. പിന്നെ ട്രംപിന് പൊതുവെ ഈ ഉച്ചക്കിറുക്കം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സാധനമാണ്. അത് എപ്പോൾ വരും എപ്പോൾ പോകും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ വളരെ പെട്ടെന്നാണ് ട്രംപിൻ്റെ നിറം മാറുന്നത്, ഓന്ത് തോറ്റുപോകും. അല്ല, അത് സ്വന്തം രാജ്യ താല്പര്യം അനുസരിച്ച് അദ്ദേഹത്തിന് അങ്ങനെ നിലപാടെടുക്കേണ്ട അവസ്ഥ ഉണ്ടെന്ന് പറയാം. അങ്ങനെ നിലപാടെടുത്തത് കൊണ്ട് അമേരിക്കയ്ക്ക് എന്തെങ്കിലും ഇപ്പോൾ ഗുണമുണ്ടായിട്ടുണ്ടോ? തീരുവ ചുമത്തുന്നു, വലിയ സംഭവങ്ങൾ, വെല്ലുവിളികൾ നടത്തുന്നു. ഇതെല്ലാം വളരെ രസകരമാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ആയുധ കച്ചവടം, പിന്നെ ഈ അമേരിക്കയുടെ സാധനങ്ങൾ പലയിടത്തും കൊണ്ടുപോയി വിറ്റ് തീർക്കണം ഇത്തരം സ്ഥലത്ത്. അതിന് അമേരിക്ക തന്നെ ലോൺ കൊടുക്കും. എന്നിട്ട് ആ ലോണ് തിരിച്ചു പിടിക്കാനെന്നുള്ള പേരിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യും. ഇപ്പം നമുക്കൊരു കാര്യം അറിയാമല്ലോ, ഫോസിൽ ഇന്ധനങ്ങൾ വലിയ മാരകമായ കാർബൺ എമിഷൻ, പരിസര മലിനീകരണം ഉണ്ടാക്കുന്നുള്ള കാര്യം വ്യക്തമാണ് അല്ലേ? അപ്പോൾ ചൈന പറയുകയാണ്, ഞങ്ങൾ ഇലക്ട്രിക് വെഹിക്കിളുമായിട്ട് വളരെയധികം അവർ സോളാർ എനർജിയിലേക്ക് മാറി വലിയ രീതിയിൽ മാറ്റം വരികയാണ് അവിടെ. അത് നമുക്കറിയാം, അവിടെ ഷാവോമി എന്നൊക്കെ പറയുന്ന പുതിയ കാറുകളും ഒക്കെ ഇറങ്ങുന്നു, വലിയ രീതിയിൽ ചൈന ആ കാര്യത്തിൽ പുരോഗമിക്കുന്നു. അപ്പോൾ അമേരിക്ക പറയാണ്, സോളാർ എനർജി എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ്, കബളിപ്പിക്കലാണ്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കബളിപ്പിക്കലാണ്, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഫോസിൽ ഇന്ധനം മതി എന്ന് പറഞ്ഞ് അമേരിക്ക അത് ഉപയോഗിക്കുകയും മറ്റുള്ളവരെ അത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിസ്ഥിതിക്കും ഈ ആഗോളതാപനത്തിനും ഒന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ആഗോളതാപം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇതുകൊണ്ട് ആർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞുരുകി ജലം പ്രവഹിക്കുകയാണ്. അപ്പോൾ ആ ജലം പ്രവഹിക്കുമ്പോൾ നമ്മുടെ സമുദ്രത്തിൻ്റെ ജലനിരപ്പ് കൂടിക്കൂടി വരികയാണ്. ഇത് കരയെ വിഴുങ്ങുന്ന അവസ്ഥയാണ്. ചെറിയ ചെറിയ ദ്വീപുകൾ വളരെ പെട്ടെന്നാണ് അപ്രത്യക്ഷമാകുന്നത്, സമുദ്രം വിഴുങ്ങുകയാണ് അതിനെ. ഇതൊന്നും ട്രംപിന് ബാധകമല്ല. അതായത് അമേരിക്കയ്ക്ക് ലാഭം കിട്ടണം. പിന്നെ മറ്റൊന്ന്, ട്രംപ് ഇപ്പോൾ ഗാസ അടക്കമുള്ള പ്രദേശത്തെ കെട്ടിടങ്ങൾ, അവിടെ യുദ്ധത്തിൽ തകർന്നു, ഈ ബോംബിങ്ങിൽ തകർന്നു പോകുന്ന കെട്ടിടങ്ങളുണ്ട്, ഇതിൻ്റെ പുനർനിർമ്മാണം, ഇതിനു വേണ്ടി റെഡ് ക്രോസ് ഒക്കെ വലിയ രീതിയിൽ ഫണ്ട് ചെയ്യും. അപ്പോൾ UN അടക്കമുള്ളവർ ആ ഫണ്ട് കൊടുക്കും. യുദ്ധത്തിൽ തകർന്നു പോയ ഒരു രാജ്യത്തെ പുനർനിർമ്മിക്കണമല്ലോ, മനുഷ്യരല്ലേ. അപ്പോൾ എല്ലാ രാജ്യങ്ങളും സഹായിക്കുക, അവരൊക്കെ ഈ ദുരിതാശ്വാസം എന്നും പറഞ്ഞിട്ട് ഫണ്ട് കൊടുക്കും. ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ തകർന്നു പോയ കെട്ടിടങ്ങളും നഗരങ്ങളും ഒക്കെ പുനർനിർമ്മിക്കും. ഇതിൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് ട്രംപിൻ്റെ മകനാണ്. അപ്പോൾ ഗാസയിലടക്കമുള്ള ഈ പുനരധിവാസ പ്രവർത്തനത്തെ ഒരു ബിസിനസ്സാക്കി മാറ്റി അതിൽ നിന്ന് ലാഭം കൊയ്യുന്നത് ട്രംപാണ്. ഇങ്ങനെ ട്രംപ്, നമുക്ക് തോന്നും ട്രംപ് വിടുവായനാണ്, പൊട്ടനാണ്, വട്ടനാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ആത്യന്തികമായിട്ട് ട്രംപ് ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്, വേറെ പല കച്ചവടങ്ങളുമുണ്ട്. ഇതൊരു വ്യാപാര തന്ത്രമാണ് ട്രംപിൻ്റെ. ട്രംപ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രംപ് അധികാരമേറ്റ ഉടനെ പറഞ്ഞത്, കാനഡയോട് പറഞ്ഞത്, മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചോ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് അമേരിക്കയുടെ 51ാമത്തെ, കാനഡയ്ക്ക് സ്വന്തമായിട്ട് സൈന്യമൊന്നുമില്ല, അപ്പോൾ സൈനിക സഹായം കൊടുക്കുന്നത് അമേരിക്കയാണ്, ഞാൻ 51ാമത്തെ പ്രവിശ്യയാക്കും, സ്റ്റേറ്റ് ആക്കുമെന്നാണ്, പ്രോവിൻസ് ആക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ ട്രംപ് വിടുവായത്തനം പറയുന്നതായിട്ടൊക്കെ തോന്നും. പക്ഷേ ആത്യന്തികമായിട്ട് അത് വിടുവായത്തനമാണോ അതോ വ്യാപാര തന്ത്രമാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ വെനിസ്വേലയുടെ അടുത്തും ഈ പറയുന്നത് പോലെ, നിൻ്റെ വിമാനം ഇനി എൻ്റെ കപ്പലിൻ്റെ മേളിൽ കൂടെ പറന്നാൽ ഞാൻ വെടിവെച്ചിടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെനിസ്വേലയെ എന്തോ ഒരു കാര്യത്തിന് മെരുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഉന്നം വെച്ചിരിക്കുകയാണ്. വെനിസ്വേലയെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കും, അവിടെ നിന്ന് ട്രംപ് എന്തൊക്കെയോ ലാഭം നേടാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അതുമായി മുന്നോട്ട് പോകും എന്നാണ്. വളരെ കൃത്യമാണ് ട്രംപിൻ്റെ കാര്യങ്ങളൊക്കെ.
ഇപ്പോൾ ഇന്ത്യയെ നരേന്ദ്രമോദിയെ വാഴ്ത്തുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് ചൈനയുമായിട്ട് ഇന്ത്യ കൂടുതൽ അടുക്കാതിരിക്കാനാണ്. അതിൻ്റെ ഇടയിലൊരു ആപ്പ് കൂടെ വെച്ചു. എന്താ, ഇന്ത്യ വളരെ വേദനിപ്പിക്കുന്ന ചില നീക്കങ്ങളൊക്കെയാണ് ഇന്ത്യ നടത്തുന്നത്. മോദി എൻ്റെ അടുത്ത സുഹൃത്തൊക്കെ തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചില നയങ്ങളൊക്കെ നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്നു എന്ന് ഈ പ്രൈം മിനിസ്റ്റർ സ്റ്റൈലിൽ പറയുന്ന ട്രംപിനെയും നമ്മൾ കണ്ടു. അപ്പോൾ ട്രംപ് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളല്ല. ട്രംപ് ഒരു ദുരൂഹ വ്യക്തിത്വമാണ്. ട്രംപ് എന്ത് ചെയ്തു കളയും. ഈ പറഞ്ഞതുപോലെ വെനിസ്വല ആയാലും കൊള്ളാം, കാനഡ ആയാലും കൊള്ളാം, ഇന്ത്യ ആയാലും കൊള്ളാം, ആരാണെങ്കിലും ശരി, അമേരിക്കയ്ക്കും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് നിന്നില്ലെങ്കിൽ ട്രംപിൻ്റെ സ്വഭാവം മാറും. പിന്നെ ട്രംപ് എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ട്രംപ് എന്ത് വേണമെങ്കിലും ചെയ്യും. അത് നമ്മൾ ഇറാൻ്റെ കാര്യത്തിൽ കണ്ടു. ഇറാനുമായിട്ട് വലിയ സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ നടത്താൻ ഒരുക്കമാണെന്ന് പറയുകയും അടുത്ത നിമിഷം അവിടെ ബോംബിട്ട് തകർക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ലോകം കണ്ടു. F-35 ആണ് അയച്ചത് ബോംബിങ്ങിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ദുരൂഹമായ വ്യക്തിത്വമാണ് ഈ ഡൊണാൾഡ് ട്രംപ്. വെനിസ്വലയുടെ കാര്യത്തിലും എന്തോ ഒരു വലിയ ആപത്ത് വരാൻ പോകുന്നതായിട്ട് തോന്നുന്നു. ട്രംപ് എന്തോ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഡയലോഗൊക്കെ അടിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.